തല്ലൊന്നും വേണ്ട, വഴക്ക് പറച്ചിലും വേണ്ട. നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ കുട്ടികളെ വളർത്തിയാൽ മതി. പോസിറ്റീവ് പാരന്റിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ട്രഡീഷണൽ പാരന്റിങ്ങും പോസിറ്റീവ് പാരന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കണം. പണ്ടത്തെ കാലത്ത് ഇത്തിരി വഴക്ക് പറച്ചില്, ഇത്തിരി ഡിസിപ്ലിന്, ഇത്തിരി തല്ല്, ഒരു വടിയെടുക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം അന്ന് ഞങ്ങളൊക്കെ വളർന്ന കാലഘട്ടത്തിൽ ട്രഡീഷണൽ പാരന്റിംഗ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്തു പോയിരുന്നത്. അത് കാരണം പോസിറ്റീവ് പാരന്റിങ് ഞങ്ങൾക്ക് അധികം അങ്ങോട്ട് മനസ്സിലാകാത്തൊരു പ്രശ്നമാണ് ഇപ്പം വരുന്നത്. ചിലപ്പോൾ ലാളന കൂടുതൽ കൊടുക്കുന്നു, അന്തസ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇതാണ് പോസിറ്റീവ് പാരന്റിങ്ങിൽ തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലുമല്ല. വളരെ സാധ്യതകളുള്ള, കുട്ടികൾക്ക് നല്ല അടിത്തറ കൊടുക്കുന്ന, നല്ലൊരു ലോകം കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ഈ പോസിറ്റീവ് പാരന്റിംഗ് എന്ന് പറയുന്നത്. കുട്ടികളിൽ തല്ലു വേണ്ട, ഭീഷണി വേണ്ട, ശാസന വേണ്ട, പരിഹസിക്കൽ വേണ്ട. പകരം അവരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി തെറ്റിതിരുത്തി അവരെ മുന്നോട്ട് വളർത്തുന്ന ഒരു രീതിയാണ് പോസിറ്റീവ് പാരന്റിങ്. പോസിറ്റീവ് പാരന്റിങ് കാരണം കുട്ടികൾക്ക് അച്ഛനും അമ്മയോടും കൂടുതൽ ആത്മബന്ധമുണ്ടാകുന്നു. ഭയം ഇല്ലാതെ, വഴക്കുപറച്ചിലും ഭയമില്ലാതെ വരുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം അവരോട് തന്നെ കൂടുന്നു. നമ്മളോട് എന്തും തുറന്നു പറയാനൊരു വിശ്വാസം ഉണ്ടാകുന്നു. ട്രഡീഷണൽ പാരന്റിങ്ങിന്റെ ഒരു ചെറിയൊരു കുഴപ്പം, കുട്ടികൾക്ക് ആ ഒരു ഭയം ഉള്ളതുകൊണ്ട് അവരുടെ പല ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ പറ്റാതെ അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നു. അവരുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ അവർക്കുള്ള അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യങ്ങളും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അവരെ ബഹുമാനിക്കേണ്ട വിധങ്ങളും പോസിറ്റീവ് പാരന്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പോസിറ്റീവ് പാരന്റിങ് കുറിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളിലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സ്കൂളിലോ അല്ലെങ്കിൽ അതിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോടോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ നമുക്കിത് കുറേയെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ അഡ്വാൻസ് ആയിട്ടാണ് എല്ലാം പഠിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ നല്ല ഒരു സുഹൃത്തായി കൂടി തന്നെ, എന്നാൽ ചെറിയ ശാസന വേണ്ടുന്നിടത്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവരെ ഒരു നല്ല കുഞ്ഞുങ്ങളായിട്ട്, അവർക്ക് ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവർക്ക് അവരുടേതായ മേഖലകളിലുള്ള കഴിവുകളും അഭിരുചികളും എല്ലാം മനസ്സിലാക്കി കുട്ടികളെ സ്നേഹത്തോടെ ഒരു നല്ല കുഞ്ഞുങ്ങളാക്കി വളർത്തിയെടുക്കാൻ പോസിറ്റീവ് പാരന്റിങ്ങിലൂടെ സാധിക്കും. പോസിറ്റീവ് പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുക.